വാറ DNA ടെസ്റ്റ് ആക്കാല്ലേ വേം വാ സാറേ DNA ടെസ്റ്റ് ആണ് he is not my father but he saying he is my father പനി ജലദോഷം ചുമക്കട്ട് എന്നോട് പോവാൻ പറഞ്ഞിട്ട് ഇതെന്താ വണ്ടിയിൽ എന്താ ഇത് അന്റെ പണിയെടുത്ത് ജീവിക്കുന്നു. ശരി സാറേ പോയിട്ട് വരുന്നേ. ഓ അമ്മോ എന്താ ഇത് എത്ര പെട്ടെന്ന് കയ്യൻ്റെ പരിപാടിയായി. വാറ DNA ടെസ്റ്റ് ആക്കാല്ലേ വേം വാ എൻ്റെ ട്രക്ക് ഞാൻ മിന്നാന്ന് നിർത്ത ട്രക്കാ പിന്നെ ടെസ്റ്റ് ചെയ്യണം മോനെ. അയാളും കിടത്തണം അന്യം കിടത്തണം. ആദ്യം അയാൾ അതിട്ട് മതി പിന്നെ ടെസ്റ്റ് ആക്കണം കിടത്തണ്ടേ എന്നെ കിടത്തണ്ട. DNA ഡോക്ടർമാരുണ്ടാവും. നിങ്ങ ഇങ്ങനെ ധൃതി വിട്ടല്ല എന്തായാലും തോക്കാൻ പോവാ. നിങ്ങൾ ഫെയിലാവും. എന്തായാലും ഇതൊക്കെ ഇതുണ്ട് കേട്ടാ. അവിടെ ചെക്ക് ചെയ്യുമ്പോ ഇത് നോക്കും. ഇക്കറൊക്കെ വരേണ്ടി വരും. അതന്നെ കിടത്തണ്ടേ നമ്മളവിടെ. പിന്നെ സേഫ്റ്റിയാണ് മുഖ്യം. DNA ടെസ്റ്റ് ഉണ്ട് പക്ഷെ ഓഫ് ഡ്യൂട്ടി ആണ്. അയ്യോ പെമ്പിള്ളേരെ വിളിച്ചു വരത്തില്ലേ? ഇവിടെ ഒരു സംശയമുണ്ട്. അതായത് ഈ വെള്ള ഈ തലമുടി ഉണ്ടല്ലേ ഇവനും ഈ പുള്ളിക്കാരനും ഇവര് ഈ തന്ത പറയുന്നത് ഇയാളുടെ മോനാണ്. ഡോക്ടറെ 2008 ഫെബ്രുവരി 2-ാം തീയതി 22 സാൻഡി ഹോസ്പിറ്റലിൽ വെച്ചാണ് ഇവനെ പ്രസവിച്ചത്. എന്റെ മകനാണെന്നുള്ളത് ബർത്ത് സർട്ടിഫിക്കറ്റ് എഴുതി തന്നിക്കണ് ഡോക്ടർ ജാംസിംഗ്. അന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മറ്റേ മെഡിക്കൽ ഓഫീസർ മറ്റേ പേര് ആടുതോമ. അപ്പൊ ഇതിലൊരു തീരുമാനം ഓൻ പറയണത് ഞാൻ അവന്റെ വാപ്പയിലാണ് ഞാൻ എന്റെ ഉപ്പനെ കൊന്നതാ. അപ്പൊ അതിന് ഇതിനൊരു തീരുമാനം വേണം. സത്യം പറയണോ? നിങ്ങൾ തന്ന ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കജ്ജിലുണ്ട്. പീഡി വന്നല്ലോ. അതെ വന്നല്ലോ. വാ പീഡിയുടെ അടുത്ത് പോയിട്ട് സാറിന്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് വാങ്ങിട്ടോ. സാറേ DNA ടെസ്റ്റ് വേണം. DNA ടെസ്റ്റ് അനക്ക് വേണം. ഞങ്ങക്ക് ഇത് സർട്ടിഫിക്കറ്റ് താ. പിന്നെ ആപ്ലിക്കേഷൻ പോണേ അക്ഷയക്ക് പോണോ? ഇതെന്താ ഇത്? ഏത് അക്ഷയക്കാ പോണ്ടേ? ഏതെല്ലാം അക്ഷയ? സാറേ തിരിച്ചു പറഞ്ഞ വല്ല മനസ്സിലാവുന്ന പോലീസ് വല്ലതും ഉണ്ടോ? സാറിന്റെ ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. സാറ് മറ്റേ ഈ വെള്ളം ചൂടാക്കുമ്പോ കൊമളയൊക്കെ പൊട്ടത്തില്ല അതുപോലെ ഇരുന്ന് മനസ്സിലാവുന്നില്ല വേറെ. അല്ല ഇപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ അതൊന്ന് പറയാം. അക്ഷയ പോണ ഏത് അക്ഷയ പോണ്ടേ അത് പറയും. സാറേ ഇവർക്ക് ഒരു റിട്ടേൺ ഒരു ഡോക്യുമെന്റ് സാറ് ഒരു ഓഫീസർ സൈൻ ചെയ്തിട്ട് DNA ടെസ്റ്റിന് ഇവരെ രണ്ടുപേർക്കും സെപ്പറേറ്റ് ഡോക്യുമെന്റ് വേണം.
അവർക്ക് പെർമിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പിടിയുടെ സൈഡിൽ നിന്ന് ഡോക്യുമെന്റ് അത്രയും മതി. അവർ രണ്ടുപേരുടെ പേര് ഇതും നമുക്കത് രണ്ടുപേരുടെ സൈഡിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് DNA ടെസ്റ്റിന് മൂവ് ചെയ്യാം. ഒരു 1 to 2 days ഡിലേ ഉണ്ട് DNA ടെസ്റ്റിന് കിട്ടാനായിട്ട്. പിന്നെ നീ എന്താണ് ഇത് നിക്കറ് പൊക്കി വരെ നോക്കുന്ന വല്ല പരിപാടിയാണെന്നോ വിചാരം? ഇതൊക്കെ കുറച്ച് പരിപാടിയുള്ള കേസാ. വൈ എന്തോ പറഞ്ഞു വൈ Why you need DNA test? he is not my father but he saying he is my father. Wow, what an English da. വായ്വത്ത് ഇങ്ങളെ അന്ന് ഞാൻ കൊന്നതാ. ഇത് ഇങ്ങ ഫേക്കാ. അപ്പൊ സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ. പറയുന്നില്ല നിങ്ങള് എന്നെ കൊന്നതാണെന്ന്. അപ്പൊ ഓൻ ആരെയാ കൊന്നത്? നിങ്ങളല്ല കൊന്നത്, ഒറിജിനൽ തന്തയെ കൊന്നേ. അല്ലേ എപ്പൊ കൊന്ന്? ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഇത് അന്ന് ഫിലിമില് കണ്ട കഥ. ഇത് എന്നെ പെടുത്തി. അത് നീലൊന്ന് ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. വേണ്ട ഈ സാധനം കുറിച്ച് ഇപ്പൊ എന്നെ കൊണ്ടെങ്കിലേ എല്ലാം അങ്ങ് ഊമ്പിപ്പോ. തോക്കൊക്കെയാണ്. യെസ് സാർ. സൂപ്പർ ചാറ്റാ? സാർ സാറേ സ്വന്തം തന്തയായിരുന്നെങ്കിൽ ഒരിക്കലും മോനെ കേസിൽ പെടുത്താൻ നോക്കൂല. ഒരു മിനിറ്റ് അയ്യോ നീലം പറഞ്ഞു സാറിന് നീലം പറഞ്ഞ ഓർമ്മയുണ്ടോ? വെയിറ്റാക്ക്, സാറിന് നീലം പറഞ്ഞ ഓർമ്മയുണ്ടോ? വെള്ളത്തിൽ ഇങ്ങനെ വളാന്ന് വെള്ളം ചൂടാക്കുമ്പോ അതാണ് ഇപ്പൊ സാറ് മുണ്ടുമ്പോ ആനെ ഇങ്ങനെ അങ്ങനെയാ കേക്കുന്ന. വേറെ ഒന്നും മനസ്സിലാവുന്നില്ല നമുക്ക്. ഫോൺ നമ്പറിൽ ഞാൻ മെസ്സേജ് ഇട്ടോളാം. അന്റേത് വേണ്ട, നീലന്റെ വെച്ചോ. ഞങ്ങക്ക് 17 വയസ്സാ. യാതൊരുമില്ല. അങ്ങനെ എന്താ ഇത്? ഞങ്ങക്ക് 17 വയസ്സേ ആയിട്ടേ ഉള്ളൂ. അതാ മെച്ചൂരിറ്റി ആയിട്ടില്ല. മെച്ചൂരിറ്റി അല്ലല്ലോ, എന്താ പറയാ പ്രായം. ഫുട്ബോൾ എന്താ ഇത്? പോലീസാണോ അല്ലെങ്കിൽ വേണ്ട? ഇപ്പൊ അയാള് കേട്ടാ നമ്മളെ കൊണ്ടുപോകും. പറയ് ബ്രോ, പറയ്. എന്താ ബ്രോ? ബ്രോ ഞാൻ ഒറിജിനൽ എന്റെ ഉപ്പാനെ ബ്രോ കൊന്നേ. ബ്രോ എന്റെ ബ്രോയാ, അല്ലാത്ത വേറെ ഒന്നില്ല. നിങ്ങ ഫേക്കാ. നിങ്ങളെ ഫസ്റ്റ് പേരെന്ത്? ഫസ്റ്റ് ലെറ്റർ എന്താ? നീ കഴിച്ച ഒരു പവർ കിട്ടുന്നപ്പോ കഴിച്ചു. മറ്റേ മൂക്കി വലിക്കുന്ന സാധനം. അത് കുഴപ്പമില്ല. മറ്റേ പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നല്ലോ. അത് കുഴപ്പമില്ല. മൂക്കി വലിക്കുന്ന സാധനം ജലദോഷ പനി എല്ലാം കുറയും. അത് എന്റെ സാധനം. ഞാനാ ഷെയർ ചെയ്യാം എല്ലാവർക്കും. മറ്റേ മൂക്കിലോട്ട് വലിക്കുന്ന മഷ്റൂം അല്ലേ? മൂക്കിലോട്ട് വലിക്കുന്ന മഷ്റൂം അല്ലേ? 5 മിനിറ്റ് ആകുമ്പോ ശരിയാവും. ബോധം കൊടും. എന്നിട്ട് പനി എല്ലാം പോവും. പനി ജലദോഷം ചുമക്കട്ട് അതെല്ലാം പോവും. അങ്ങനെ എന്തോ പറയൂ. ചുമക്കട്ട അങ്ങനെ പറയൂ. അങ്ങനെ എന്താ? അതന്നെ. പിന്നെ സ്കൂളില് പിന്നെ കഫം കെട്ടുന്നല്ലേ പഠിച്ചാന ചായ അല്ല പഠിക്കാൻ. ഇത് എന്താ എന്റെ ഉപ്പൊന്നല്ല പോയാട്ടെ. പഠിച്ചാൻ വിട്ട സമയത്ത് പഠിച്ചണം. വണ്ടി ഉറക്കാൻ നടക്കരുത്. ആ നേരം സൂപ്പർ ചാറ്റ് ഓർ മെമ്പർ സൂപ്പർ ചാറ്റ് മതി. അതാ നമുക്ക് ഇഷ്ടം. മെമ്പർഷിപ്പ് ഉണ്ടാകും, ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം. നമുക്കറിയില്ല. സൂപ്പർ ചാറ്റ് കാണാനല്ല.
നിങ്ങില് കയറിയേ ബിലീസേ ഇല് കയറ്. യു പി ഐ ഇട്. ഈ എക്സ്ക്ലമേഷൻ യു പി ഐ ഇട്ടാൽ മതി വരും. റൂൾസ് എല്ലാം നമുക്ക് പറഞ്ഞാൽ എനിക്ക് പറക്കാം, എനിക്ക് പറക്കാം. ആയി ശേ അത് തീർന്നു. അതില്ലേ എന്തോ സൗണ്ട് ആയിട്ടില്ല. റോങ് സൈഡ് പോയത്. റോങ് സൈഡ് ഏതാ? ഇതാ കറക്റ്റ്. വരുന്നില്ല യു പി അടിച്ചിട്ട്. ആ മോഡ്സ് ഇടണം, മോഡ്സ് ഇടണം, മോഡ്സ്. എല്ലാരും ചെല്ലണം. എടാ യു പി ഉണ്ട്, യു പി ഉണ്ട്, അത് മോഡ്സ് ഇടണം. रत्तमारे रत्तमारे hello Petros contacting from PD. Yes sir. Okay sir. എടാ ബഫറേ, ഞാനല്ലോ അന്ന് പൈസ ഇല്ലാത്തപ്പോൾ 100 ഇയർഫോണും വെച്ചിട്ടാ ഗെയിം കളിച്ചോണ്ടേ, മനസ്സിലായാ? 100 ഇയർഫോൺ മേടിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്, 100-200 കിട്ടും. അതിൽ നല്ല പോലെ മുണ്ടാൻ കഴിയും. അതെടുത്തിട്ട് അങ്ങ് വെച്ചാൽ മതി, മനസ്സിലായാ? ഇയർഫോൺ ഇല്ല എൻ്റെ ഓൾറെഡി. ഇയർഫോൺ ഇങ്ങനെ 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 ഇവിടെ ഷർട്ടിൽ അങ്ങ് തൂക്കിയങ്ങ് മതി, മനസ്സിലായാ? ഓനെ അങ്ങ് നിൽക്കുന്നു. ഓന് 2000 മൈക്ക് വേണമല്ലോ. ഇതെന്താ കത്തില് ഭയങ്കര ലോഡിങ്? ആരാ ഗോസ്മറേ? അയ്യോ ഗോസ്മറല്ല, ഗോസ്മറല്ല. എന്താ നീ ഗോസ്മറിന്റെ കണ്ണാടി, ഗോസ്മറിന്റെ താടിയും, ഗോസ്മറിന്റെ മുടിയും, ഗോസ്മറിന്റെ ഡ്രസ്സും എല്ലാം ഇട്ടാ ഞങ്ങൾക്ക് എങ്ങനെ പിന്നെ ഗോസ്മർ അല്ലാണ്ട് പിന്നെ ആരാ? ഗോസ്മറിന്റെ ഡ്രസ് ഇതല്ലോ. ഡ്രസ് ഇതാ ഗോസ്മർ. ഇല്ല അവന് മറ്റേ ബൈക്കറിന്റെ ഡ്രസ് അവന്റെ. ഇനി എന്താക്കറിയോ, ഈ ഫേസ് അങ്ങ് മാറ്റ്. ഓപ്പ് എന്ത് കഷ്ടമാടാ. ഞാൻ അതുകൊണ്ട് ഈ ടാറ്റു അടിച്ചോണ്ട് നടക്കണേ. ഓ അങ്ങനെയല്ലേ? ഹൗ ടു ഇൻസ്റ്റാൾ ദിസ് ഗെയിം? ഫസ്റ്റ് യു വാണ്ട് ടു ഇൻസ്റ്റാൾ ദ GTA 5 ആൻഡ് യൂസ് ഡൗൺലോഡ് 5M. ഞാൻ വി മസിൽ അടിച്ച് നോക്കി നോക്കുന്നു. then expand is it? ഫോൺ മാറ്റി വി മസിൽ അടിച്ച് നോക്കി. ഫോൺ മാറ്റി ഈ കടയാടി ദാ. ഏയ് ബച്ചാ ജി ബഫർ നീ ഡെയിലി തിന്നുന്ന മന്തിയേരി. ഹായ് ജേസൺ സാമുവൽ. അടാ എൻ്റെ GTA 5 പൈസ ഇല്ല. ഇല്ലല്ലോ അടയിട്ടില്ല. അട കൊമ്മാലേ ഏതാ മൂവിയാ? നാളെ പോണം, പക്ഷെ പൈസ ഇല്ല. റെമോ റോമിയോ. റെമോ റോബിയോ ഏത് ഫാമിലിയാണ്? അല്ലല്ല കുറുപ്പന്റെ ഗ്യാഫാൻ്റെ എത്രയാ? എന്റെ 70. ഒന്നുകൂടെ പറഞ്ഞേ. നിന്റെ എത്രയായി? പണിയെടുത്തിട്ടാക്കിയതാ ചോദിച്ചേ, അല്ലാണ്ട് മേടിച്ചതും അതന്നെ പണിയെടുത്തിട്ട് നിനക്ക് എത്ര? അല്ല ഒന്നുകൂടെ പറയോ? അത് ഹലോ പണിയെടുത്തിട്ടാണെങ്കിൽ 30 CR, പണിയെടുക്കാത്തതും കുറേ ഉണ്ട്.
നീ പണിയെടുത്തിട്ട് ആക്കിയതല്ലേ, ഞാൻ ഇന്നെ ഇതുവരെ കണ്ടിട്ടില്ല, ഹണ്ടിങ്ങിനെ കണ്ടിട്ടില്ല. എടാ അതിന് വല്ലപ്പോഴും നീ പണിയെടുക്കാൻ പറഞ്ഞു. എന്നാലേ എടാ എന്നെ കാണൂ. പോറാ, ഞാനിപ്പൊ ഫുൾ ടൈം പണിയെടുക്കുന്ന സ്ഥലത്താ. പിന്നെ എടാ നീ എന്ത് പണിയെടുക്കുന്നത്? ഞാൻ ഹണ്ടിങ്. ആ വെടിവെച്ചിട്ടുണ്ടാക്കുന്ന പൈസ. ഹണ്ടിങ്. ബ്രോ ഹലോ. യെസ് ബ്രോ. സിറ്റിയിൽ പെണ്ണിനെ സെറ്റ് ആക്കി കൊടുക്കുന്നു. അങ്ങോട്ട് പോയാ മതി. ഗ്രൂപ്പ് അത് കൊള്ളാല. ഹലോ, ഇതാണോ പെണ്ണിനെ സെറ്റാക്കി കൊടുക്കുന്നേ? പെണ്ണിനെ സെറ്റാക്കി കൊടുക്കുന്നവരുണ്ടോ? പെണ്ണിനെ സെറ്റാക്കി കൊടുക്കുന്നവരുണ്ടോ? അതെന്നാന്നറിയോ? അല്ല അതെന്തുകൊണ്ടാന്ന് വെച്ച് ഞാൻ പെണ്ണുങ്ങളെ ഞാൻ പറയാം പെൺപിള്ളാരെ ഗ്രൂപ്പിൽ കയറ്റിക്കാൻ ഞാൻ നാളെ തൊട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് കണ്ട ആൺപിള്ളാരെല്ലാം പെൺപിള്ളാരെ ഫോണിൽ നമ്പർ കിട്ടും. ശല്യം അതുകൊണ്ടാണ്. പിന്നെ ഗ്രൂപ്പിൽ കയറിയോണ്ടാന്നുള്ള പരാതി അതുകൊണ്ടാണ്. ഹലോ, പെണ്ണിനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്ത ഗ്രൂപ്പാണ്. വെയിറ്റ് ആക്ക് ബ്രോ. വാട്സ്ആപ്പ് ബ്രോ, ഐ ആം സ്പീക്കിംഗ്, നോ ലിസണിംഗ്. ബ്രോ ഒരു പെണ്ണിനെ പൊട്ടന്മാരെ പെണ്ണിനെ ബ്രോ, പെണ്ണുങ്ങളെ ഇതാക്കിയാല് പെണ്ണുങ്ങള് ആ പെണ്ണുങ്ങള് ബാറാണെങ്കിൽ കൊടുത്താലും അതൊരു ലൈഫ് സെറ്റ് ആയില്ലോ. പെണ്ണുങ്ങളൊന്നും ഒപ്പിച്ചു കൊടുക്കുന്നില്ല ബ്രോ. ആരാണെങ്കിൽ പെണ്ണിനെ കൊടുക്കുന്ന പറഞ്ഞിട്ട് ഇപ്പൊ കൊടുക്കുന്നില്ല. എന്തായത് അത് ശരിയാട്ടോ, അത് ഭയങ്കര ശോക പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് വേറൊരു പ്രശ്നത്തിലൊക്കെ പോകും സുഹൃത്തുക്കളെ, അതൊക്കെ ഭയങ്കര സീനാണ്. പക്ഷെ മാട്രിമോണി തുടങ്ങുന്നതിൽ എന്താ പ്രശ്നം? നമുക്ക് അതാ മനസ്സിലാക്കുക. ബ്രോ മനസ്സിലാക്കിയത് വേറെ രീതിക്കാ ബ്രോ, ബ്രോന്റെ മിസ്റ്റേക്ക് അത്. ഓർ ഇതാക്കുന്ന മാട്രിമോണിയാ ബ്രോ. മാട്രിമോണിയാണെങ്കിൽ സേവേജിനെ അടക്കണേ. നാനാ മനസ്സിലായോ? മറ്റേ റിപ്പോർട്ടറിന് മുന്നേ നമ്മള് സ്വർഗത്തിൽ നിന്ന് ഒരു പരിചയം. മനസ്സിലായി. വള്ളിയെ മിനാസിന്റെ കൂടെ പട്ടി വള്ളിയൊന്നുമില്ല. നീ അങ്ങനെയൊക്കെ പറഞ്ഞു വെറുതെ ചുണ്ണിയാക്കലേട്ടാ. അതെ അവളെന്തോ പറഞ്ഞു വ്യാജ ഗ്രൂപ്പല്ല. ഞാൻ എന്താ സേവേജിന് കൊടുക്കുന്നതിന് എനിക്കെന്താ? പക്ഷെ ഈ ജുഗുറിനായിട്ട് സെറ്റ് ആയി പറഞ്ഞ സേവേജിനെ പെണ്ണു വേണ്ടേ? അത് വെറുതെ കിട്ടാത്തോണ്ട് പറയുന്നേ. 21 വയസ്സ് ഒരു പെണ്ണ് വേണം. ഒരു മിനിറ്റ്, എന്തിനാണ് പെണ്ണിനെ ഷോക്കേസിൽ വെച്ച. ഒരു മിനിറ്റ്, മന്തി കഴിക്കണ്ടേ പറഞ്ഞിട്ട് ഉനൈസ് ബ്രോ താങ്ക് യു ഫോർ 500 rupees ജീപേ. എടാ കിളവാ. ബ്രോ അപ്പടി പണ്ണത് ബ്രോ. എന്നാ ഞാൻ എന്റെ ഉപ്പനെ കൊന്ന ഇങ്ങനത്തൊന്ന് മനസ്സിലാക്ക്. എന്റെ സ്വന്തം ഉപ്പനെ ഞാൻ കൊന്നയാ. ഉനൈസ് ബ്രോ താങ്ക് യു ഫോർ 500 rupees ജീപേ. താങ്ക് യു. എന്താ? ഇല്ല, എനിക്ക് പിരാന്തല്ല. നിങ്ങൾക്ക് മോനമാണെങ്കിൽ ഇഷ്ടം പോലെ മോനെ റെന്റിന് കിട്ടും. പക്ഷെ റെന്റിനല്ല, കളവാ. ഞാൻ ഇങ്ങളെ മോനല്ല. പറയ്. പോറാ, എന്റെ അച്ഛനെ കൊന്നയാ പണ്ടളെ. അല്ലല്ല ഇയാളെന്താ? ഫേക്ക് അലിഗേഷൻ. This is making controversy. ഉസ്മാനൊക്കെ ഞങ്ങക്ക് അറിയാ. മോൾഡർ പറയുന്നതാ. ബ്രോ ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രം. ഇതാണ് ഗോസ്മറേ.
എടാ നീ എന്നെയാണ് പിന്നെയും വന്നേ പിന്നെ ഞാൻ ഈ ചേറ്റ് നോക്കിട്ട് കളിക്കുന്ന ആളല്ല ഇത് തന്നെ നിന്റെ ഡാഡി പോരാ നോ ഫേക്ക് അലിഗേഷൻ ഫോക്ക് അലിഗേഷൻ DNA ടെസ്റ്റ് ആക്കും നാളെ നോക്കാം അപ്പൊ അറിയാം നാളെ DNA ടെസ്റ്റ് പക്ഷെ ഇയാള് ചിലപ്പോ ഇല്ലേ ഇയാൾ പഠിച്ച കള്ളനാ ചിലപ്പോ ഇയാൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പൈസ ഉണ്ടാക്കി ഫേക്ക് DNA ടെസ്റ്റ് ആക്കും അതിന്റെ ഒന്നും ആവശ്യമില്ല ആകെ 12,000 റുപ്യ ഞാനുണ്ട് കച്ചില് അറിയാം എനിക്ക് നിങ്ങൾ അമ്പി കളിക്കല്ലേ ബ്രോ ഇത് വേറെ ചേട്ടാ ബ്രോ ഇവിടെ അങ്ങനെ ചേട്ട് നോക്കി കളിക്കുന്നതല്ല ബ്രോ അത് മനസ്സിലാക്ക ബ്രോ അത് വേറെ ടീം ആടെ പോയിട്ട് പറയും മനസ്സിലായാ ആ കണ്ടുപിടിച്ചില്ലേ പോറാ എന്റെ ഒച്ചൊന്നല്ല പോറാ നീ നിന്റെ മോനാണ് പറഞ്ഞിട്ട് നടക്കാണ് അല്ലല്ല ഏടാ മുച്ചിരി പാവോടാ പോനെ പോറാ അതല്ല ഫേക്ക് അലിഗേഷൻ നോ മോർ മുച്ചിരി ഹാവ് ദാറ്റ് എടാ ഇവിടെ ഒരു ഗ്രൂപ്പില് പെണ്ണിനെ കിട്ടുമെന്ന് പറഞ്ഞില്ല അതൊക്കെ പറഞ്ഞ ഡയലോഗ് മാറി കേട്ടാ അതാ ഞാൻ പറഞ്ഞു വേണ്ട അമ്മാരി പരിപാടിക്ക് നിക്കണ്ടെന്ന് പറഞ്ഞു ബ്രോ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുറന്നു അതായിരിക്കും ബെറ്റർ തുടങ്ങണ്ട സ്റ്റാർട്ട് ചെയ്ത് ഫോട്ടോ ഞാൻ തുടങ്ങുന്നതായിരിക്കും for taking a DNA test you need to get court order for need to file case in PD in the PD will go accuse and will inform this matter to him after getting mutual consent for both patient. Then court will take the decision on this matter and will approve or reject based on a genuine this matter. No. You say, sir.